നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. ഉപസമിതി അംഗങ്ങളായ KC ജോസഫ്, T സിദ്ദിഖ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. TN പ്രതാപനെതിരെ പോസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരൻ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റുകൾ പതിച്ചിരിക്കുന്നത്. എക്സാലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്ന് VD സതീശൻ. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ വീട്ടിൽ ചിനു ജെൻസനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത അമ്പലൂരിൽ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പിക്കപ്പ് വാന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. KSRTC ബസ്സിൽ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് സംഭവം. പാലക്കാട് സ്വദേശി 54 വയസ്സുള്ള ജയദീപാണ് മരിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 26-നാണ് അരവിന്ദാക്ഷൻ അറസ്റ്റിലായത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു. പരുത്തിപ്ര ചാത്തൻകോട്ടിൽ അൻസാർ ഷിഹാന തസ്നി ദമ്പതികളുടെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുത്തനെ ഇടിഞ്ഞു. ഇതോടെ പച്ചക്കറി വില വീണ്ടും കൂടി. പോക്സോ കേസ് പ്രതിയെ കർണാടകയിൽ നിന്ന് ചേർപ്പ് പോലീസ് പിടികൂടി. കർണാടക സ്വദേശി അരവിന്ദ് രത്തോഡിനെയാണ് പിടികൂടിയത്. ചേർപ്പിൽ സ്വർണ്ണ പണിക്കെത്തിയയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൌഹൃദത്തിലായി പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖലാ കുടുംബസംഗമം പറവട്ടാനിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മേഖലാ പ്രസിഡന്റ് ബിൻസ് പവിഴം അധ്യക്ഷത വഹിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ പട്ടിയാത്ത് രാജീവിന് മുണ്ടത്തിക്കോട് NSS കരയോഗം സ്വീകരണം നൽകി. കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത രാജീവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പരമ്പരാഗത കള്ള് വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ മദ്യനയത്തിനെതിരെ കള്ള് ചെത്ത് വ്യവസായ തൊഴിലാളികൾ ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. AITC ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓട്ടുപാറ യൂണിറ്റ് സമ്മേളനം CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടുപാറ സെന്ററിലെ മുതിർന്ന തൊഴിലാളി KC ഡേവിസ് പതാക ഉയർത്തി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആദരവ് സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷോഭണ മന്ത്രാലയത്തിന് കീഴിൽ എംപാനൽഡ് ആർട്ടിസ്റ്റ് ട്രൂപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അനിൽ പരക്കാടിനും കുടുംബത്തെയും തൃശൂർ സെക്യുലർ ഫോറം ആദരിച്ചു. അനിൽ പരക്കാട്, ഭാര്യ വിജയലക്ഷ്മി, മക്കളായ ഗായത്രി, ഗോകുൽ എന്നിവരടങ്ങുന്ന കലാകുടുംബത്തെ വസതിയിലെത്തിയാണ് തൃശൂർ സെക്യുലർ ഫോറം ആദരിച്ചത്. മുല്ലശ്ശേരി പഞ്ചായത്ത് രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ സ്പോർട്സ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. CSM ലൈബ്രറി മുല്ലശ്ശേരിയിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അവാർഡ് ദാന യോഗം ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ വെസ്റ്റ് മേഖല DYFI കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോടമുക്ക് AM LP സ്കൂളിൽ നടന്ന ആദരണ ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് സമ്മേളനം കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി MC നിഷ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്നുവന്നിരുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു.
വീട്ടിലെ മുയൽക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി. ചാവക്കാട് മണത്തലാത്തോട് വീട്ടിൽ ധനേഷിന്റെ വീട്ടിലെ മുയൽക്കൂട്ടിൽ നിന്നുമാണ് 12 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. കൂട്ടിലെ 4 മുയലുകളെ മലമ്പാമ്പ് വിഴുങ്ങിയിരുന്നു. KSRTC ബസ്സിടിച്ച് തകർന്ന തൃശൂർ ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസത്തിനകം പുതുക്കിപ്പണിത് പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പ്രതിമ പുതുക്കിപ്പണിയാനുള്ള പണം KSRTCയിൽ നിന്നും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കണ്ടെത്തും. പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജിവെച്ചത്. കോളനി എന്ന പദം ഒഴിവാക്കി ഉത്തരവിട്ട ശേഷമാണ് രാജി. പടിയൂർ പഞ്ചായത്ത് അംഗത്തിനെ കാപ്പ ചുമത്തി നാടുകടത്തി. BJP അംഗമായ ശ്രീജിത്ത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. BJP പട്ടികജാതി മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 83ാം സ്മൃതി ദിനം ആചരിച്ചു. അനുസ്മരണ ദിനാചരണം SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത ആഭരണ നിർമ്മാണ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന E-Way ബിൽ വേണ്ടത്ര കൂടിയാലോചനകൾക്ക് ശേഷമേ സംസ്ഥാനത്ത് നടപ്പിലാക്കാവൂ എന്ന് ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. ബില്ല് നടപ്പിലാക്കിയാൽ തങ്ങളുടെ തൊഴിൽ ഉറപ്പുവരുത്തുന്ന ബദൽ സംവിധാനങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട കടങ്ങോട് സ്വദേശിനി ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പാർട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ ശാസ്ത്രീയ നൃത്ത ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നടന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ശ്രീദേവി ഡേവിസിന്റെ ശിക്ഷണത്തിൽ 17 പേരാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ഏനാമാവ് ഗ്രാമദീപത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ സംഗമം നടത്തി. ചിത്രകാരൻ KC ജോബി കലാകാരന്മാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു. പുത്തൻപേടിക താമരത്തറ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സംസ്ഥാനതല സത്യജിത്ത് റേ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി മത്സരത്തിൽ സത്യജിത്ത് റേ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ സിരിസനെ ചലച്ചിത്ര സംവിധായകൻ TK വാസുദേവൻ ആദരിച്ചു. ചേലക്കര കിള്ളിമംഗലം മുതുവടിയിൽ കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിലിടിച്ച അപകടം. കാറിലുണ്ടായിരുന്ന എളനാട് ചൂലിപ്പാടം സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.